സൃഷ്ടി എവിടെ പോയിരിക്കുക? അവക്കൊന്ന് പറഞ്ഞിട്ടെങ്കിലും പോയിക്കൂടെ? അയ്യോ, നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ? മാം, ഐ ആം സോറി. എന്നോട് ക്ഷമിക്കണം. ഏയ് ഏയ്, ഒരു മിനിറ്റ് നിൽക്കൂ, ഒന്ന് നിൽക്കൂ. ഇത് ഈ ശബ്ദം ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ടല്ലോ. എവിടെയാ കേട്ടത്? ഷേർലിനെ നന്നായി ശ്രദ്ധിച്ചോണം. ഒരു നിമിഷം ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ മിഷൻ ഫെയിൽ ആയി പോകുന്നേ. ഞാൻ ഇവിടേക്ക് വന്ന സമയം മുതൽ ഷെർലിന്റെ നീക്കങ്ങൾ തന്നെയാ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ഇവളെന്തായി കാണിക്കുന്നേ? ഇവളെന്തിനാ ഇപ്പൊ അരിപ്പെടുത്തത്? രോഹിത് സാർ ഇവിടെ എത്തിയിട്ടുമില്ല. ഏട്ടൻ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയാ ഇവള് പൂജ ചെയ്യുന്നേ? ശ്രദ്ധിച്ചു നോക്ക്, ഇപ്പൊ അറിയാം. നീ കണ്ടു കിരൺ? ഷെർലിൻ ആ വെയിറ്ററിനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ. അവളാ വെയിറ്ററിനെ നോക്കുന്നേ. അതിന്റെ അർത്ഥം എന്താ പ്രീത? അതിന്റെ അർത്ഥം എന്താന്ന് മനസ്സിലായില്ലേ? അതിന്റെ അർത്ഥം ഇയാൾ തന്നെയാണ് അവളുടെ ലവർ. വേഷം മാറി വന്നിരിക്കുക. ശ്രമിച്ച ഇപ്പൊ തന്നെ കൈയോടെ പിടിക്കാൻ ചെല്ല്. രോഹിത്, പൂജയ്ക്ക് വന്നേ. അതേ ഷെർലിൻ നിന്നെ കാത്തു നിൽക്കുന്നു. വരൂ. നോ വേ, ഞാൻ മറ്റാരെയും എന്റെ അടുത്ത് വരാൻ അനുവദിക്കില്ല. കാരണം എന്റെ സ്വന്തമായുള്ളവൻ എന്റെ അടുത്ത് തന്നെയുണ്ട്. ഇതെന്താ പറ്റിയത് ഷെർലിൻ? വെള്ളം വെള്ളം എവിടെ? ഏയ്, എന്താ നോക്കി നിൽക്കുന്ന? വെള്ളം കൊടുക്കാൻ. ശരി. അത് നോക്ക് ഷെർലിൻ. പ്രശ്നമൊന്നുമില്ല, എല്ലാം ശരിയായി. ആന്റി ഉണ്ടല്ലോ അവിടെ. എവരിതിങ് ഈസ് ഓൾറൈറ്റ്. ഞാനിത് സമ്മതിക്കില്ല. ഇത് അനുവദിക്കാൻ എന്നെ കൊണ്ടാവില്ല. നീ ഇതെന്താ പറയുന്നേ? അല്ല ഏട്ടാ, ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? ഏട്ടാ പ്ലീസ് ഒന്ന് മാറി. നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ദിസ് ഈസ് നോട്ട് ദ വേ ടു ടോക്ക് എനിബഡി. യു വിൽ നോട്ട് ടോക്ക് ലൈക്ക് ദിസ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഞാൻ പറയുന്ന കേക്ക്. നിനക്ക് എന്താ വേണ്ടേ? അവിടെ എന്താ ചെയ്യാനുള്ളത്? നിനക്ക് കുഴപ്പമില്ലല്ലോ? എനിക്ക് ഒരു കുഴപ്പമില്ല. അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. രോഹിത്, നീ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് എന്താ മോനെ? വേഗം ചെല്ല്. ഷെർലിന് തല കറങ്ങി അവള് വീണ് കിടക്കുക. എന്താ പറ്റിയതെന്ന് നോക്ക് മോനെ. ഞാനിപ്പോ വരാം. ഇവിടെ നിൽക്കേ. മോളെ 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 എവിടെ നിൽക്കേ? എന്തിനാ ഇങ്ങനെ ഓടുന്നത്? ഞാനിപ്പോ വരാം. മോളെ പ്രീത പറഞ്ഞിട്ട് കേൾക്കുന്നില്ലല്ലോ. അവക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടോ? ഒന്ന് വിശ്രമിച്ചൂടെ? അമ്മേ, ചേച്ചീനെ അമ്മയുടെ സാരി തുമ്പി പിടിച്ച് നടക്കാനൊന്നും പോകുന്നില്ല. കാരണം ചേച്ചിക്ക് കിരൺ സാറിന്റെ കൈകളും കൂട്ടും രണ്ടും കിട്ടിക്കഴിഞ്ഞു. കിരൺ, ആ വെയിറ്റർ തന്നെ അവളുടെ ലവർ. അയാൾ എന്നെ തന്നെ തുറച്ചു നോക്കിയും അവിടെ നിന്ന് പോവുകയും ചെയ്തു. വേഗം വാ, നമുക്ക് അങ്ങോട്ട് പോകണം. അല്ലെങ്കിൽ അയാൾ അവിടെ രക്ഷപ്പെട്ടു പോകും. വേഗം വാ വാ. നിക്കാൻ. നിക്കാൻ. ഈ പ്രീത പെട്ടെന്ന് എങ്ങോട്ടാ പോയത്? അങ്ങനെ എന്താ അത്യാവശ്യ കാര്യം ഉണ്ടായേ? ഒരുപക്ഷെ താൻ ഇന്നിവിടെ എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ, അഥവാ ഞാൻ തന്നെ തന്റെ വ്രതം മുറിച്ചിരുന്നെങ്കിൽ
പ്രീത, എനിക്ക് അത് തന്നെ വലിയ കാര്യമാണ്. തനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ഇന്നത്തെ ദിവസവും രോഹിത്തിന്റെ മനസ്സ് പ്രീതയാണ് തിരയുന്നത്. നീ എന്ത് തന്നെ ചെയ്താലും രോഹിത്, നിനക്ക് പ്രീതയെ കിട്ടാനേ പോകുന്നില്ല. കാരണം ഇപ്പൊ ഈ ഷേർലനാണ് നിന്നിൽ പൂർണ്ണമായ അധികാരം. നീ ഒഫീഷ്യലി എന്റെ ഭാവി ഭർത്താവാണ്. നീ എന്റേത് മാത്രമാണ്. നിന്റെ കുടുംബവും എന്റേതാണ്. ഇനി നിങ്ങൾ എത്ര തന്നെ ശ്രമിച്ചാലും നിനക്ക് ഈ ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. Are you all right? രോഹിത് മോനെ, വാവ്, എത്ര വലിയ വിജയമാണ് ഇന്ന് എനിക്ക് ലഭിച്ചത്. ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. രോഹിത് ഇവിടെ ഉണ്ടായിരുന്നിട്ട് കൂടി എനിക്ക് പൃഥ്വിയെ കൊണ്ട് തന്നെ ഫാസ്റ്റ് മുറിക്കാൻ പറ്റി. എന്നിട്ട് ഈ മണ്ടന്മാരെ കണ്ടില്ലേ, ഇവർക്കൊന്നും മനസ്സിലായതുമില്ല. പിന്നെ ആ പ്രീത, അവള് സ്വയം വളരെ ബുദ്ധിമതിയാണെന്നാ വിചാരിച്ചിരിക്കുന്നേ. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ കണ്ടില്ലേ എത്ര വേഗത്തിലാ ഞാനും പൃഥ്വിയും ഞങ്ങളുടെ ജോലി ചെയ്തത്. അവളത് അറിഞ്ഞതുപോലുമില്ല. ആ സ്റ്റുപ്പിഡ് മിഡിൽ ക്ലാസ് പെൺകുട്ടി ഷേർലിനെ വിഡ്ഢിയാക്കാനുള്ള ശ്രമത്തിൽ ഒരിക്കലും വിജയിക്കില്ല. ഷേർലിൻ, ഇപ്പൊ നിനക്ക് എങ്ങനെയുണ്ട്? ബെറ്റർ? ഗുഡ്. എന്നാ വരൂ, വ്രതം മുറിക്കണ്ടേ? വരൂ. ഓ ഗോഡ്, അപ്പൊ അയാളെ തന്നെയാ നമ്മള് ഈ ജാക്കറ്റ് ഇട്ട് താടി മീശ ഒട്ടിച്ച് കണ്ടത്. എന്നിട്ട് ഇപ്പൊ അതല്ല ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയി. ഇനി അഥവാ നമ്മൾ കണ്ടാലും എങ്ങനെയാ തിരിച്ചറിയാ? റാസ്കൽ. ഒരു മിനിറ്റ്, ഇതുവരെ ഈ വീട്ടിൽ ആരും തന്നെ അങ്ങനെ ഒരാളെ കണ്ടിട്ടേ ഇല്ല. ആരും തന്നെ കണ്ടിട്ടില്ല. അപ്പൊ അയാൾ തന്നെ ആയിരിക്കും. ഐ എം ഷുവർ അയാൾ പാർക്കിംഗ് ഏരിയയിൽ ഉണ്ടാവും. വണ്ടിയിലായിരിക്കും വന്നെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് പ്രീത. അയാൾ ഷേർലിനോട് ഏതെങ്കിലും 5 സ്റ്റാർ ഹോട്ടലിൽ റൂമും ബുക്ക് ചെയ്തതാണ്. വാ, വേഗം പോയി നോക്കാം. വാ. രോഹിത്, അക്ഷയ്, രോഹിത് വരൂ വരൂ, വേഗാട്ടെ. എല്ലാരും ഒന്ന് കേക്കൂ. വരൂ വരൂ, ഇവിടെ വേഗാട്ടെ. നിങ്ങൾ ഇവിടെ. കാര്യം എന്താന്നോ, ഈ 2 ജോഡികളുടെയും കല്യാണം എത്രയും വേഗം നടക്കാൻ പോവാണ്. അതുകൊണ്ട് ഈ 2 ജോഡികളും തന്നെയാണ് ആദ്യം വ്രതം മുറിക്കേണ്ടത്. റൈറ്റ്? ശരിക്കും. പോകൂ, പോയി സ്വന്തം താലം എടുത്തോണ്ട് വരൂ. വേഗാട്ടെ വേഗാട്ടെ. അതെ, സോ എക്സൈറ്റഡ് അല്ലേ അമ്മേ? അതെ അതെ. എന്റെ മുമ്പിൽ ഈ ലോകത്തെ നമ്പർ 1 ഇഡിയറ്റാ നിൽക്കുന്നത്. ഈ മണ്ടം വിചാരിക്കുന്നത് ഞാൻ ഇവന്റെ കൈകൊണ്ടാണ് സ്വന്തം വ്രതം മുറിക്കുന്നതെന്നാ. ഷെർലിനോട് എത്ര വലിയ തെറ്റാ ചെയ്യുന്നേ. പൂജയ്ക്ക് വേണ്ടി അവളുടെ മുമ്പിൽ നിൽക്കുന്നു, പക്ഷെ ചിന്തിക്കുന്നത് പ്രീതയെക്കുറിച്ചും. ഈ ജീവിതം എത്ര വലിയ കൊടുക്കാണ് ദൈവമേ. സൃഷ്ടി, സത്യം പറഞ്ഞ പ്രീതിയെ കുറിച്ച് ഓർത്ത് എനിക്കിപ്പോ ഒരു ടെൻഷനും ഇല്ല. എത്ര നല്ല കുടുംബാണിത്, എത്ര നല്ല ആളുകൾ. എനിക്ക് തോന്നുന്നു എന്നേക്കാൾ സ്നേഹത്തോടെ അവനവള് നോക്കുന്ന. അതെ അമ്മ, ശരിക്കും.
അതെ അമ്മേ, ഞാനിപ്പോ വരാവേ, ഒരു മിനിറ്റ്. വേഗം വരണേ. ആ ശരി. കറങ്ങി നടക്കരുത്. എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പറയാ. ഞാനാ ചോദിക്കേണ്ടത് എന്താ എന്ത് പറ്റിയെന്ന്. അല്ല, എനിക്ക് ആദ്യമേ അറിയാം നിന്റെ തലയ്ക്ക് എന്തോ പെർമനന്റ് പ്രോബ്ലം ഉണ്ടെന്ന്. പക്ഷെ നിന്റെ കണ്ണിന്റെ ഫോക്കസും ഷിഫ്റ്റ് ആയി പോയോ? പുറകിലോട്ട് നോക്കിയാണ് നടക്കുന്നത്. ഇത്രയും വലിയ ഉയരമുള്ള പെൺകുട്ടിയെ കാണാൻ പറ്റുന്നില്ല നിനക്ക്, ഷോർട്ടി ഗായ്. നിന്നെപ്പോലെ താങ്കളസായ പെൺകുട്ടികളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിന്നെ ഞാൻ വീഴ്ചയിൽ നിന്ന് രക്ഷിച്ചു. അതിന് നന്ദി പറയുന്നതിന് പകരം വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. താങ്ക് യു എന്ന് പറയാൻ 2 വാക്കുകളല്ലേ ഉള്ളൂ. അതിലിത്ര പ്രശ്നം എന്താ? സമീർ, എനിക്കത് പറയാൻ പറ്റില്ല. എനിക്ക് നാണമാണ്. അങ്ങനെ എന്താ സൃഷ്ടിക്ക് പറയാനുള്ളത്? അത്രയ്ക്ക് നാണം തോന്നുന്നത്? നിന്റെ കണ്ണുകൾ ഒരുപാട് സംസാരിക്കുന്നുണ്ടല്ലോ. പിന്നെ നിന്റെ മുഖത്ത് നിന്നും വ്യക്തമായി അറിയാം നീ എന്നെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെന്നാ. എനിക്ക് നിന്നെ ഇഷ്ടമൊക്കെ തന്നെയാ. കാരണം നീ അത്രയ്ക്ക് ക്യൂട്ടല്ലേ, നല്ല തണുത്ത കാറ്റിനെ പോലെ അല്ലേ. ഐ റിയലി 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 ലൈക്ക് യു. ഐ വിൽ വെയിറ്റ് ഫോർ യു സൃഷ്ടി. എനിക്ക് പകരം വീട്ടാൻ വേണ്ടി ഇപ്രാവശ്യം നീ സ്വയം വീണെങ്കിൽ അടുത്ത തവണ ഞാൻ നിന്നെ വീഴ്ത്തും. സമീറും സൃഷ്ടിയും ഒരുപക്ഷെ ഇവർക്കിടയിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? സ്റ്റോപ്പ്, സ്റ്റോപ്പ് ദി കാർ, സ്റ്റോപ്പ്. നിങ്ങളിവിടെ? അത് പ്രീത, ഞാൻ വന്നത് ഞാൻ അവിടെ നോക്കിട്ട് വരാം. ആക്ച്വലി പ്രീത, ഞാൻ പ്രീതയുടെ വീട്ടിൽ പോയിരുന്നു ഒന്ന് കാണാൻ വേണ്ടി. അപ്പോൾ മുത്തശ്ശിയാണ് പറഞ്ഞത് നീ ഇവിടെ ഉണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ കാണാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അത് നല്ല കാര്യമാണ്. പക്ഷേ എന്തെങ്കിലും അത്യാവശ്യമാണോ? അതല്ല ആദ്യം വീട്ടിൽ പോവാനും പിന്നെ ഇവിടേക്ക് വരാനും ഒക്കെ. ആക്ച്വലി പ്രീത, അത് ഇന്ന് ഞാൻ നിന്നെ കാണാൻ ഇവിടെ വന്നില്ലെങ്കിൽ എൻ്റെ അമ്മ എന്നെ വീട്ടിലേക്ക് കയറ്റത്ത് പോലുമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയുടെ ആഗ്രഹം പൂർത്തിയാക്കാൻ വന്നു. എനിക്ക് മനസ്സിലായില്ല. ആക്ച്വലി അമ്മ പറഞ്ഞു ഇന്നത്തെ ദിവസവും മുഹൂർത്തവും വളരെ നല്ലതാണെന്ന്, ഒരു ചടങ്ങ് നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന്. അതുകൊണ്ട് അമ്മ പറഞ്ഞു എന്നോട് കുടുംബത്തിലെ വളകൾ നിനക്ക് അണിയിക്കണമെന്ന്. ഒരു സെക്കൻഡ്. ഇത് അമ്മ നിനക്ക് തന്നുവിട്ടതാ. സോ മേ ഐ? ഐ എം സോ സോറി. എനിക്ക് ഇത് നിങ്ങൾ തിരിച്ചു കൊണ്ടുപോവേണ്ടി വരും. ഐ മീൻ പ്ലീസ് ഡോണ്ട് മൈൻഡ്. അത് പിന്നെ എനിക്ക് എൻ്റെ അമ്മയോട് ചോദിക്കാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ഗിഫ്റ്റും സ്വീകരിക്കാൻ പറ്റില്ല. സോറി. നോ പ്രോബ്ലം പ്രീത, നിന്റെ ഇഷ്ടം പോലെ. പക്ഷേ അമ്മയ്ക്ക് തീർച്ചയായും സങ്കടം തോന്നും ഞാൻ അമ്മയുടെ ആഗ്രഹം ഫുൾഫിൽ ചെയ്യാത്തതുകൊണ്ട്, നിനക്ക് വള ഇട്ട് തരാൻ സാധിക്കാത്തതിൽ. ബട്ട് നെവർ മൈൻഡ്, സ്ട്രെസ് ഒന്നും വേണ്ട. നിനക്ക് എന്താണോ നല്ലതായി തോന്നുന്നത് അങ്ങനെ ചെയ്താൽ മതി. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ കാര്യം അങ്ങ് സീക്രട്ടായി സൂക്ഷിക്കാം. അമ്മ ഒന്നും അറിയാൻ പോകുന്നില്ല, അതുകൊണ്ട് ഫീൽ ചെയ്യുകയില്ല. ഓക്കെ? എന്നാ ഒരു കാര്യം ചെയ്യാം. അഥവാ ഇക്കാര്യം നിങ്ങളുടെ അമ്മയ്ക്ക് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഞാനിത് സ്വീകരിക്കാം. Are you sure? പൃഥ്വി, നിങ്ങൾ ഞാൻ കാരണം നിങ്ങളുടെ അമ്മയോട് നുണ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. Thank you so much. മതി, താങ്ക് യു. ഇത് ഞാനിട്ടോളാം. ഓക്കെ, നിന്റെ ഇഷ്ടം പോലെ. I will take your leave and sorry to disturb you. Bye. ബൈ. ഇയാൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സോറി ഡിസ്റ്റർബ് ചെയ്തു എന്ന് വെച്ചാ?
എവിടെയെങ്കിലും കണ്ടോ? ഷേർലിന്റെ ലവറെ കാണാൻ പറ്റിയില്ല, പക്ഷേ നിന്റെ ലവറെ കാണാൻ പറ്റിയല്ലോ എനിക്ക്. അല്ല ഇത് കൊള്ളാലോ, ഒളിച്ചു വച്ചിരിക്കാ നീ. അതിങ്ങത്താ താരില്ല മോളെ. എന്താ നിന്റെ ശരിക്കുള്ള പ്രോബ്ലം? ഒരു പ്രോബ്ലം ഇല്ല. എന്നാ ശരി. വാവ്, എന്താ ഇവിടെ നടക്കുന്നത്? വളരെ സ്നേഹത്തോടെ വളയിട്ട് കൊടുക്കാൻ പോകുന്നു. എന്നിട്ട് ചേച്ചിയോ? ചേച്ചിക്ക് എന്താ പറ്റിയ? അയാളുമായി ബന്ധം ഉറപ്പിക്കുന്ന കാര്യം അറിയില്ലേ? എന്നിട്ട് വള വേണ്ടെന്ന് വെച്ചാ എന്തിനാ? എന്താ? ഇവളൊരു മെന്റലാ, എന്ത് വേണമെങ്കിലും ചെയ്തു കളയും. മെന്റൽ? എന്റെ ചേച്ചി. കിരൺ സർ, കിരൺ സർ. സൃഷ്ടി, അതെ സരള, നിങ്ങൾ എന്നോട് എന്തോ ഒരു കാര്യം പറയാൻ വന്നിരുന്നില്ലേ? എന്താണെന്ന് പറയുന്നേ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് താഴത്തെ മുറി പോയത് സമാധാനമായിട്ട് സംസാരിക്കാം. ഇവിടെ വലിയ ബഹളമാ. എന്നാ വാ. ശരി, വരൂ അങ്ങോട്ട്. അങ്ങോട്ട് പോവാം. കിരൺ സർ, കിരൺ സർ, ഒരു മിനിറ്റ്, ഐ വാണ്ട് ടു ടോക്ക് ടു യു. കിരൺ സർ, എനിക്ക് സാറിനെ മനസ്സിലാവുന്നതേ ഇല്ല. എന്റെ ചേച്ചി എന്തിനാ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നേ? ആൻഡ് എന്റെ ചേച്ചിയിലെ സാറിന് ഇത്രയ്ക്ക് കുറവുകൾ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ then why do you love her? വാട്ട്? ലവ് ഹർ? ആർ യു ക്രേസി? നീ വല്ല സ്വപ്നം കാണുകയാണോ? ഏയ് ഹലോ, എനിക്ക് നല്ല ബോധമുണ്ട്. ഞാൻ കണ്ടതാ നിങ്ങൾ രണ്ടുപേരും കണ്ണിൽ നോക്കി പോസ് ചെയ്യുന്നത്. അപ്പൊ തന്നെ ഞാൻ അമ്മയോട് പോയി പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും എന്തോ ലവ്വിലാണെന്ന്. എന്താ നീ ഇതെന്തൊക്കെയാ പറയുന്നേ? ഓഫ് കോഴ്സ്, അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇവിടെ വന്നത്. ചേച്ചിയുടെ ഇനി വരാൻ പോകുന്ന അമ്മായിയമ്മ, അതായത് കിരൺ സാറിന്റെ അമ്മയോട് നിങ്ങളുടെ കല്യാണക്കാരെ സംസാരിക്കാൻ. നിന്റെ തലയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. നീ എന്തൊക്കെയാ ചെയ്തിരിക്കുന്നേ? ചേച്ചിയെ സഹായിച്ചെന്നേ ഉള്ളൂ, വേറെന്താ? പക്ഷെ ഞങ്ങൾ ആരുടെ സഹായം ആവശ്യപ്പെട്ടെ പറയൂ. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒന്നും ഇല്ലേ? അപ്പൊ ഞാൻ കണ്ടതോ ബെഡില് രണ്ടുപേരും കിടന്ന് കണ്ണിലും ഒക്കെ നോക്കി ലവേഴ്സിന്റെ പോസിൽ കിടക്കുന്ന. അത് ഞങ്ങൾ അന്ന് അബദ്ധത്തിൽ അവിടെ വീണു പോയതാ. ഒരു മിനിറ്റ്, എന്നാ പിന്നെ കിരൺ സാർ എന്നോട് ഒരു കാര്യം പറഞ്ഞേ. സാറിന് എന്തായിരുന്നു പൃഥ്വി ചേട്ടനോട് ഇത്ര ജലസി? പിന്നെ ഞാൻ ഇതും കേട്ടായിരുന്നു, പ്രീത ചേച്ചിയോട് എനിക്ക് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്നൊക്കെ. അതെന്താ? ആക്ച്വലി തെറ്റ് മുഴുവൻ നിന്റെ തന്നെയാ. നീ സംസാരിക്കുന്നത് കേട്ടാൽ ആരായാലും തെറ്റിദ്ധരിച്ചു പോവില്ല. നീ എന്നെ പഠിപ്പിക്കാൻ പോവാണോടി? ഞാൻ എങ്ങനെ സംസാരിക്കേണ്ടത്? ഒന്ന് നോക്കിയേ, ഞാൻ നിങ്ങളോട് കൈ കൂപ്പി മാപ്പ് ചോദിക്കുക. ഇതെന്റെ തെറ്റാ, വളരെ വലിയ തെറ്റായി പോയി. സോറി 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 സോറി, പ്ലീസ് മാപ്പ് തരുമോ? ഇനിയിപ്പൊ നീ സോറി പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ലല്ല, എന്നോടൊന്ന് ക്ഷമിച്ചാ മാത്രം മതി. നിന്നെ ഞാനിന്ന് ശരിയാക്കുന്നുണ്ട്. അയ്യോ ചേച്ചി, പ്ലീസ് പ്ലീസ് പ്ലീസ്, എന്നെ അടിക്കുന്നതിനേക്കാളും നല്ലത് ചേച്ചി പോയി ചെക്ക് ചെയ്യുന്നതാ. രാധിക എന്റെയോട് അമ്മ എന്തെങ്കിലും ഇതുവരെ പറഞ്ഞോ എന്ന്. സപ്പോസ് ഇനി അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യത്തിൽ തീരുമാനമായി. ഞാൻ രക്ഷപ്പെട്ടു. ഒരു മിനിറ്റ്, ഞാനും വരുന്നു. വരൂ വരൂ സരള, നിങ്ങൾ വന്നിട്ട് എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഞാൻ കഴിച്ചു. ഞാൻ ഒരുപാട് ബിസി ആയിപ്പോയി, അതൊന്നും ചോദിക്കാൻ പറ്റാതെ. ഇരിക്കൂ. സരള, ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുക. ഞാൻ നിങ്ങളെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യിച്ചു. അതെന്താന്ന് വെച്ചാ വീട്ടിലെ ഇത്രയും അതിഥികൾ വന്നിരിക്കല്ലേ. അപ്പൊ പിന്നെ സരളയ്ക്ക് അറിയാലോ, എല്ലാരും അറ്റൻഡ് ചെയ്യാനും കാണാനും ഒരുപാട് സമയം പോയി. ഐ ആം സോ സോറി. വേണ്ട. പിന്നെ സംസാരിക്കാൻ തുടങ്ങിയാ പിന്നെ അത് അവസാനിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. പറയുന്നേ സരള, എന്നോട് എന്തോ പറയാൻ ആഗ്രഹിച്ചില്ലേ? എന്താണെന്ന് പറ. എന്നോട് ക്ഷമ പറയൊന്നും വേണ്ട. ഇത്രയും സമയം എടുത്തത് നന്നായതേ ഉള്ളൂ. എനിക്ക് ആലോചിക്കാൻ സമയം കിട്ടിയല്ലോ. രാധികയോട് എങ്ങനെയാ പറയാന്ന് ഞാൻ ആലോചിക്കായിരുന്നു. എന്താ സരള, എന്തെങ്കിലും പ്രശ്നമുള്ള കാര്യമാണോ? ടെൻഷനുള്ള കാര്യമൊന്നല്ല, നല്ല കാര്യാണ്. പക്ഷേ ആ വാർത്ത കേൾക്കുമ്പോ നിങ്ങൾക്ക് സന്തോഷായില്ലെങ്കിൽ എങ്ങനെയാണ് അതൊരു സന്തോഷ വാർത്തയാകുന്നത്? സരള, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചോ ടെൻഷൻ ഉണ്ടെന്നാ. ഒരാവശ്യമില്ലാത്ത കാര്യമാ. ഞാൻ പറയുന്നത് കേൾക്ക്. ഒരു സംശയവും ഇല്ലാതെ മനസ്സിലുള്ളത് എന്താന്ന് വെച്ചാൽ എന്നോട് പറയാം. എനിക്കിഷ്ടമില്ലാത്ത ഒരു കാര്യവും സരള എന്നോട് പറയയില്ലെന്നും എനിക്കറിയാം. എന്താ ശരിയല്ലേ? പറയൂ, എന്താ കാര്യം? ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ മകളുടെ ബന്ധം നിങ്ങളെ കുടുംബമായിട്ട് ഉറപ്പിക്കണമെന്നാ. ഇത് വളരെ നല്ല കാര്യമല്ലേ സരള?
നിങ്ങളുടെ രണ്ടു മക്കളും എത്ര മിടുക്കികളും എത്ര സംസ്കാരമുള്ളവരുമാണ്. അവരേത് വീട്ടിൽ ചെന്നാലും ആ വീട് വളരെ ഭാഗ്യമുള്ളതായിരിക്കും. എന്റെ രോഹിതിന്റെ വിവാഹം ഉറപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ പ്രീതയെ എന്റെ രോഹിതിന് വേണ്ടി ചോദിച്ചേനെ. ഇല്ല ഞാൻ നിങ്ങളുടെ ഇളയ മകനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് എന്റെ മകളും നിങ്ങളുടെ ഇളയ മകനും അവർ പരസ്പരം ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാനത് ഇപ്പോഴറിഞ്ഞത്. അപ്പൊ ഞാൻ വിചാരിച്ചു നേരെ വന്ന് നിങ്ങളോട് സംസാരിക്കാന്ന്. അത്രയുള്ളൂ. എന്റെ ഇളയ മകന് വേണ്ടിയോ? നിന്റെ മുഖത്ത് നിന്ന് ശരിക്കറിയാൻ പറ്റുന്നുണ്ട് നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നാ. എനിക്ക് നിന്നെ ഇഷ്ടമൊക്കെയാ. കാരണം നീ അത്ര ക്യൂട്ടല്ലേ. നല്ല തണുത്ത കാറ്റ് വീശും പോലെ. ഐ റിയലി 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 ലൈക്ക് യു. എനിക്ക് തോന്നുന്നു ഇവര് സൃഷ്ടിയുടെയും സമീറിന്റെയും കാര്യം പറയുന്നതെന്ന്. ആ, എനിക്കും ഇപ്പോഴാ മനസ്സിലായത്. പറയൂ, സരളയ്ക്ക് അവരെ കുറിച്ച് എന്താ പറയാനുള്ളത്? സരള, എന്ത് പറ്റി? എന്താ ടെൻഷനിലാണെന്ന് തോന്നുന്നു. ഇല്ല, പറഞ്ഞോളൂ, എന്താ പറയാൻ വന്നത്? അത് ഞാൻ പ്രീതിയെ കുറിച്ചല്ല സംസാരിച്ചത്. ഞാൻ സൃഷ്ടിയെ കുറിച്ചാണ് സംസാരിച്ചത്. എന്ത് പറ്റി സരള? നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ? വേണ്ട, എനിക്ക് വെള്ളമൊന്നും വേണ്ട. എനിക്കിപ്പോ പോണം. അതെന്താന്നറിയോ, എന്റെ ഹാളുണ്ടല്ലോ, എന്റെ സിന്ദൂരം ഹാൾ. ആരോ വന്നിട്ടുണ്ട് അത് ബുക്ക് ചെയ്യാൻ വേണ്ടി. അതിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇറങ്ങുന്നേ. പക്ഷെ സരള, എന്താണെന്ന് വെച്ചാ പറയാൻ വന്നത് പറഞ്ഞിട്ട് പോകൂ. വളരെ നല്ല കുടുംബമാണ് നിങ്ങളുടേത് രാധിക. എല്ലാവരും പരസ്പരം എത്ര കെയർ ചെയ്യുന്നു, എത്രമാത്രം സ്നേഹിക്കുന്നു. ഏതൊരു പെൺകുട്ടിയുടെ അമ്മ ആഗ്രഹിക്കും നിങ്ങളുടെ കുടുംബത്തിലേക്ക് മകളെ അയക്കണമെന്ന്. വരട്ടെ? പക്ഷെ സരള നിൽക്കുന്നേ. കിരൺ മോനെ, എവിടെ പോന്നു? ഇങ്ങോട്ട് വാ. ഓ ഗോഡ്, എന്നെ രക്ഷിക്കൂ. എന്താ മോനെ കാര്യം? നീ എങ്ങോട്ടെങ്കിലും പോവാണോ? അങ്ങനെയൊന്നുമില്ല മാം, അത് പിന്നെ വെറുതെ. നിനക്കറിയോ, സരള വന്നിരുന്നു. അവരുടെ ആഗ്രഹം അവരുടെ മകളെ നമ്മുടെ വീട്ടിലേക്ക് അയക്കണമെന്ന്. നല്ല കാര്യല്ലേ? ഓ നോ, മോം എന്റെയും പ്രീതിയുടെ ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇപ്പൊ ഇനി എന്താ ചെയ്യാ? കിരൺ, സരള വലിയ ധൈര്യത്തോടെ എന്റെ അടുത്തേക്ക് വന്നത്. അവര് എന്തോ കാര്യം പറയാൻ വന്നതായിരുന്നു. പക്ഷെ പെട്ടെന്ന് അവരുടെ മുഖത്ത് എന്തൊക്കെയോ ടെൻഷൻ ഉണ്ടായി. അറിയില്ല അവരെന്താ പറയാൻ വന്നതെന്ന്. ടെൻഷൻ ആയതുകൊണ്ട് അവർക്ക് പറയാൻ വന്ന കാര്യങ്ങളൊന്നും പറയാൻ കഴിഞ്ഞില്ല. യുനോ മോനെ, നിനക്കറിയോ അവര് എന്നോട് എന്താ പറയാൻ വന്നതെന്ന്? ഇല്ല മോം, എനിക്കൊന്നും അറിയില്ല. ആക്ച്വലി ഞാനും അത് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ മകൾ നമ്മുടെ വീട്ടിലെ മരുമകളാകണമെന്ന്. ബാഡ് ഐഡിയ മോം. പ്രീതിക്ക് അതിൽ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അയ്യോ എന്റെ പൊന്നു മോനെ, ഞാൻ പ്രീതയുടെ കാര്യമല്ല പറഞ്ഞത്, സൃഷ്ടിയുടെയും സമീറിന്റെയും കാര്യമാ. സരള ആഗ്രഹിക്കുന്നത് സൃഷ്ടിയുടെയും സമീറിന്റെയും വിവാഹം നടക്കണമെന്നാ. ഞാനും അവരെ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടു. എനിക്ക് വളരെ സന്തോഷം തോന്നി. അവര് പരസ്പരം നല്ല കമ്പനിയായി എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു they are in love. അത് നല്ല കാര്യമല്ലേ? അമ്മേ, അമ്മ ഒന്ന് കേക്ക്. നിക്ക്. എനിക്ക് വലിയൊരു തെറ്റല്ല, തെറ്റിദ്ധാരണ ഉണ്ടായത്. അങ്ങനെയാ ഞാൻ കാരണം അമ്മയും ഇതിൽ പെട്ടത്. എല്ലാം നീ കാരണമാണ് സൃഷ്ടി. അതെ, ഞാൻ രാധിയോട് കിരണിന്റെ പ്രീതിയുടെ വിവാഹത്തെ കുറിച്ച് പറയാൻ പോവുകയായിരുന്നു. അവരെന്നെ കുറിച്ച് എന്ത് വിചാരിച്ചു കാണും? എനിക്ക് നാണക്കേടായില്ലേ? ഇതെല്ലാം നീ കാരണമാ നടന്നത്. എനിക്കറിയില്ല, ഞാൻ പെട്ടുപോയതാ. നീ ആംഗ്യം കാണിച്ചപ്പോ ഞാൻ എങ്ങനെയൊക്കെയോ കാര്യങ്ങൾ മാനേജ് ചെയ്തു, എങ്ങനെയൊക്കെയോ കാര്യങ്ങൾ വളച്ചൊടിച്ചു, എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു. ഇപ്പോഴെന്റെ ഹൃദയം പെടപെടാൻ ഇടിക്കുക. അമ്മ ഒട്ടും പേടിക്കണ്ട. അമ്മ പറയാൻ വന്നതൊന്നും രാധിക എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഇവൾക്കൊരെണ്ണം കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എല്ലാം ഇവള് കാരണോ. അമ്മേ,